നല്ല രുചിയുണ്ട് കേട്ടോ. കടയിൽ നിന്നും വാങ്ങിയാലേ ഇതിനെ ഈ ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ അവരെ ഭയക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഹരം കൂടും. ഇതിനെയാണ് കൈപുണ്യം എന്നൊക്കെ പറയുന്നത്. കൊള്ളാം. വാവ്. അമ്മേ കൈ പൊള്ളി അമ്മേ. അയ്യോ ഓടി വരണേ. അയ്യോ എന്റെ കൈ. അയ്യോ അമ്മേ എന്റെ കൈ പൊള്ളി അമ്മേ. അയ്യോ ഓടി വരണേ. അയ്യോ എന്റെ കൈ. അയ്യോ കൈ പൊള്ളി അമ്മേ. അമ്മേ അയ്യോ എന്റെ കൈ പൊള്ളി അമ്മേ. എന്താ എന്താ പറ്റിയത്? അയ്യോ മോനെ, നിന്റെ കൈക്കെന്താ പറ്റിയത്? എന്റെ കൈ പൊള്ളിയതാ. ഇത് എങ്ങനെ പറ്റി? ഞാൻ നെയ്യപ്പെടുക്കാൻ നോക്കിയപ്പോ പൊള്ളിയതാ. തിളച്ച എണ്ണ കൈയിട്ടാണോ നെയ്യപ്പ് എടുക്കുന്നത്? ഇത്രയും ചൂടുണ്ടാവും ഞാൻ കരുതിയില്ല. നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ ഗംഗെ? രാഹുലേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഞാൻ ഓർത്തില്ല. കൊച്ചുകുട്ടിയായ എനിക്ക് പോലും അറിയാം തിളച്ചെണ്ണയിൽ കൈമുക്കിയാ പൊള്ളി പോവുന്ന്. ഇതിപ്പോ ഫിംഗർ ചിപ്സ് ആയല്ലോ. ഒരാൾക്ക് വയ്യാതെ ആകുമ്പോഴാണ് കളിയാക്കുന്നത്. നീ വാ രാഹുൽ, ഞാൻ മരുന്ന് വെച്ചേരാം. നടക്ക്. മാള കഴിച്ചോ? താങ്ക് യു ഗംഗേ. നല്ല നീർന്നുണ്ടമ്മേ. പതുക്കെ പതുക്കെ അമ്മേ. തിളച്ച എണ്ണയിൽ കൈമുക്കി നെയ്യപ്പ് എടുക്കാൻ മാത്രം മണ്ടനല്ല നീ എന്ന് എനിക്കറിയാം. സത്യം പറ രാഹുലെ, എന്താ സംഭവിച്ചത്? അതമ്മേ, ഞാൻ അടുക്കളയിൽ നിന്ന് ഗംഗ നെയ്യപ്പം ചുടുന്നത് കണ്ടപ്പോ ഞാൻ അവിടേക്ക് ചെന്നു. ഒരു നെയ്യപ്പം എടുക്കാൻ തുടങ്ങിയപ്പോ അറിയാതെ ഗംഗയുടെ ദേഹത്തൊന്ന് മുട്ടി. അതിന്റെ ദേഷ്യത്തിന് അവള് എന്റെ കൈ പിടിച്ച് തിളച്ചെണ്ണയിൽ മുക്കി. അപ്പൊ
അപ്പൊ നിനക്ക് അവളുടെ മുഖം പിടിച്ച് എണ്ണയിൽ മുക്കിക്കൂടായിരുന്നോ? അമ്മേ, ഞാൻ ഗംഗയെ എന്തെങ്കിലും ചെയ്താ എല്ലാവരും അവളുടെ ഭാഗത്തേ നിൽക്കൂ. ഞാൻ ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ അവള് ഡിഫെൻഡ് ചെയ്താണെന്നേ പറയൂ. അല്ലെങ്കിൽ ഇക്കാലത്ത് എല്ലാവരും പെണ്ണുങ്ങൾ പറയുന്നതല്ലേ കേൾക്കൂ. നിയമം അവർക്ക് അനുകൂലമാണ്. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ നമ്മള് പ്രശ്നം വലുതാക്കുന്നത്? ഞാൻ മിണ്ടാതിരുന്നാ പോരെ. നീ ഈ പൊള്ളല് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് മരുന്ന് വെക്കണം. ഈ മരുന്ന് താൽക്കാലിക ആശ്വാസമേ നൽകൂ. പോവാമ്മേ. രാഹുൽ, ആ ഗംഗയെ ഇനി ഈ വീട്ടിൽ വെച്ച് വഴിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് ഓടിക്കണം. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ ഉടനെ ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞാൽ മതി. ഞാൻ എന്തിനും തയ്യാറാ. ഇത് ഞാൻ നോക്കിക്കോളാം. നീ ഇതിലിടപെടണ്ട. നീ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും ആളുകൾ ആണുങ്ങളെ കുറ്റം പറയും. സ്ത്രീകളെ കുറ്റവാളികളെ കാണാൻ ജനങ്ങൾക്ക് മടിയാണ്. അതുകൊണ്ടാ 5-6 പേരെ സൈനൈഡ് കൊടുത്തു കൊന്നാലും കഷായത്തിൽ വിഷം ചേർത്താലും കണ്ടുപിടിക്കാനും വിശ്വസിക്കാനും എല്ലാവരും 2 വട്ടം ആലോചിക്കുന്നത്. ഗംഗയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം. നിന്റെ ഉള്ളിലെ ശക്തി നിനക്ക് തിരിച്ചറിയാൻ സാധിച്ചത് കൊണ്ടാണ് ഇന്ന് നിനക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞത്. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഗൗരി ചേച്ചിക്ക് തന്നെയാ. പേടിച്ച് തിരിച്ചൊന്നും ചെയ്യാതിരുന്ന എന്നെ പ്രതികരിക്കാൻ പ്രാപ്തയാക്കിയത് ഗൗരി ചേച്ചിയുടെ വാക്കുകൾ തന്നെയാ. അക്കാര്യത്തില് ഒരു സംശയവുമില്ല. നമ്മുടെ കഴിവുകൾ പല സമയത്തും തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. പലപ്പോഴും അത് കണ്ടെത്തുന്നതും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് വിജയത്തിലെത്തിക്കുന്നതും മറ്റുള്ളവരായിരിക്കും. ചേച്ചി പറഞ്ഞു ശരിയാ. അവരാണല്ലോ ഒരാൾക്ക് ഗുരുവാകുക. എന്റെ ഗുരു ഗൗരി ചേച്ചി തന്നെയാ. എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഗംഗയെ പലപ്പോഴും സഹായിക്കുന്നു എന്ന് ഇവിടെ പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഗംഗയെ. ഞാൻ ഗംഗയെ സഹായിക്കാതിരിക്കാൻ അവരാദ്യം എന്നെ ഇല്ലാതാക്കും. അതിനവർ മന്ത്രവാദിനിയെ കാണാനും കടുത്ത പ്രയോഗങ്ങൾ ചെയ്യാനും സാധ്യതയുണ്ട്. അത് സംഭവിക്കും മുൻപ് എന്റെ ലക്ഷ്യം നിറവേറ്റാൻ ഗംഗ എന്നെ സഹായിക്കണം. ചേച്ചിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാം. ഞാൻ എങ്ങനെ സഹായിക്കേണ്ടെന്ന് മാത്രം ചേച്ചി എന്നോട് പറഞ്ഞാൽ മതി. എന്റെ മരണം അതൊരു അപകടമോ ആത്മഹത്യയോ ഒന്നുമല്ല ഗംഗെ. എന്നെ ആരോ കരുതി കൂട്ടി കൊലപ്പെടുത്തിയതാ. സംഭവം നടന്ന ദിവസം ഞാനും മഹേട്ടനും തമ്മിൽ ഒരു വഴക്കുണ്ടായി. അതിനുശേഷം ഞാൻ പറയുന്നൊന്ന് കേക്ക്. അപ്പോ നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഞാൻ ഇനി എന്തർത്ഥത്തിൽ അവിടെ താമസിക്കണ്ടേ? ഞാൻ പോവാ, എങ്ങോട്ടെങ്കിലും പോവാ. നീ പൊയ്ക്കോ. പക്ഷെ ഈ ഒരു കാരണത്താൽ നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നീട് നമ്മൾ തമ്മിൽ ഇനി കാണില്ല. എന്റെയും മോളുടെയും കാര്യത്തില് ഇനി നീ ഇടപെടാനും പാടില്ല. ആർക്കും ഒരു ശല്യമാവാൻ ഞാൻ വരില്ല. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരികയില്ല. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മോളുടെ കാര്യത്തിൽ ഇടപെടുകയില്ല. എങ്കിൽ സത്യം ചെയ്യും. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകാൻ തീരുമാനിച്ചു. ഇറങ്ങാൻ തുടങ്ങുമ്പോ അടുക്കളയുടെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടു. അസാധാരണമായ ഒരു ശബ്ദമായതുകൊണ്ട് അതെന്താണെന്ന് നോക്കാൻ ഞാൻ അവിടേക്ക് ചെന്നു. പക്ഷേ അവിടെ
ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടത്. ഇവിടെ ആരും ഇല്ലല്ലോ. ഒരു സ്മെല്ല്. ഗ്യാസ് ഓപ്പൺ ആണല്ലോ. അയ്യോ, വാതിൽ തുറക്ക്. ഇവിടെ ആരും ഇല്ലേ? അമ്മേ, അയ്യോട്ടാ, വാതിൽ തുറക്ക്. ഗൗരി, 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 ഗൗരി. ഇല്ലാതാക്കിയവർ നിന്നെയും ഇല്ലാതാക്കാൻ ശ്രമിക്കും. അവരുടെ ലക്ഷ്യം സ്വത്തുക്കളാണെങ്കിൽ മാളുവിന്റെയും മഹിയേട്ടന്റെയും ജീവനും അപകടത്തിലാണ്. ആ കൃത്യം ചെയ്തവർ ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും കണ്ടെത്തണം ഗംഗേ. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ചേച്ചി. ചേച്ചി ഇല്ലാതാക്കിയ ആരെയും വെറുതെ വിടാൻ പാടില്ല. അതാരായാലും അവരെ ഞാൻ കണ്ടുപിടിച്ച് ചേച്ചിക്ക് മുന്നിൽ നിർത്തിത്തരും. ശരീരമില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ അലയുന്നത് ഈ ഒരു ലക്ഷ്യം നിറവേറാനായിട്ടാണ്. ആളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കിയിട്ട് വേണം എനിക്ക് ഈ ഭൂമിയിൽ നിന്നും
ശാശ്വതമായ ജനന മരണങ്ങളില്ലാത്ത ആ ലോകത്തേക്ക് പോകാൻ. അയ്യോ ചേച്ചി പോവരുത്. ചേച്ചി ഒരിക്കലും ഞങ്ങളെ വിട്ട് എങ്ങോട്ടും പോവരുത്. പോകാതെ പറ്റില്ല ഗംഗേ. ഇനിയും ലക്ഷ്യം കാണാതെ ഞാൻ ഇവിടെ നിന്ന അവര് മന്ത്രവാദികളെ ഉപയോഗിച്ച് എന്നെ ബന്ധിക്കും. പിന്നെ ഈ ലോകം ഉള്ളിടത്തോളം കാലം സഹിക്കാനാവാത്ത വേദനയോടെ ഞാൻ ഇന്നും ആ ബന്ധനത്തിൽ കഴിയേണ്ടി വരും. ശ്രീ മഹേശ്വര, അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഗൗരി ചേച്ചിക്ക് വരില്ല. ചേച്ചി പറയുന്ന പോലെ ഞാൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ ആ കുറ്റവാളികളെ നമ്മൾ കണ്ടെത്തും. അത് ഉറപ്പാ ചേച്ചി. ഇതെന്തൊരു മണ്ടൻ തീരുമാനാ നാത്തൂനെ. ആ നരുന്തു പെണ്ണിനെ പേടിച്ച് നാത്തും വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലും നല്ലത് ആ ഗംഗയെ അങ്ങ് തട്ടിക്കളയുന്നല്ലേ. എന്നിട്ട് നല്ലൊരു വക്കീലിനെ വെച്ചാൽ ചിലപ്പോ ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ടൂന്നിരിക്കും. ഇത് ഞാൻ കഴിക്കുന്നതേ എന്റെ ജീവിതം അവസാനിപ്പിക്കാനല്ല, ആ ഗംഗയെ ഇവിടുന്ന് പുറത്താക്കാനാ. അതെങ്ങനെ? മഹിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് മാളുവിനെയാ. അത് കഴിഞ്ഞ എന്നെയും. അത് കഴിഞ്ഞേ ഗംഗയ്ക്കും ഗൗരിക്കും ഒക്കെ അവന്റെ മനസ്സിൽ സ്ഥാനമുള്ളൂ. അവന്റെ ബലഹീനതകൾ അറിഞ്ഞു വേണം നമ്മൾ കരുക്കൾ നീക്കാൻ. എനിക്കോ മാളുവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ പ്രതികരിക്കും. മുന്നിൽ നിൽക്കുന്നത് എത്ര പ്രിയപ്പെട്ടവരായാലും മഹി അന്ധമായി പ്രതികരിക്കും. അങ്ങനെ മഹി തന്നെ ഗംഗയെ ഇവിടുന്ന് ഇറക്കി വിടണം. അത്തരം ഒരു സിറ്റുവേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സംഭവം വർക്കാവുന്ന ഐഡിയ ആണ്, പക്ഷേ റിസ്ക് അല്ലേ ഇത്? അതേ നാത്തൂനെ, എലിയെ പേടിച്ച് ഇല്ലം ചുടുകാന്ന് പറയുന്നത് പോലെയാ എനിക്ക് ഈ ഐഡിയ കേട്ടിട്ട് തോന്നുന്നേ. വിഷം കഴിക്കാന്നൊക്കെ പറഞ്ഞാ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഉള്ളിൽ ചെന്ന് അവയവങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാ വേറെ വാങ്ങി വെക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ലെങ്കിൽ പിന്നെയുള്ള ജീവിതം വൻ ദുരന്തമായി പോകും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കഴിയാതെ വരും. എന്നാലും സ്വന്തം ജീവൻ വെച്ച് ഇങ്ങനൊരു കളി വേണോ? വേണം ഹൈമാവതി. ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയും ഗംഗ ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. അവൾ എന്റെ മക്കളെ തൊട്ട് കളിക്കാൻ തുടങ്ങി. ഇനി ഇത് വിട്ടുകൊടുത്ത നാളെ അവള് നമ്മോട് നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. അങ്ങനെ അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. ഇതോടെ അവള് തീരണം. എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് അവള് പുറത്താവണം. ആ ശരി, നാത്തൂന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാത്തൂന്റെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ എന്ത് സഹായം ചെയ്യണമെന്ന് നാത്തൂൻ പറഞ്ഞാൽ മതി. ഗംഗയുടെ കൈകൊണ്ട് അവൾ എനിക്കുണ്ടാക്കി തരുന്ന ആഹാരത്തിൽ വേണം ഈ വിഷം ചേർക്കാൻ. അത് ഗംഗ അറിയാതെ വേണം ചെയ്യാൻ. അത് ശ്രേയ ചെയ്യണം. ശരി ആന്റി, ഞാനത് ചെയ്യാം. വിഷം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻകൈ എടുക്കണം. ഓക്കെ ആന്റി, ഞങ്ങളത് നോക്കിക്കോളാം. അത്രയും മതി. ഇത്തവണ നമ്മൾ ഗംഗയെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും. എന്റെ അമ്മേ, ഇതൊരു ഗോൾഡൻ ചാൻസാ. അമ്മ എന്തിനാ അവരെ ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ നോക്കുന്നേ? ആ തള്ള തനിയെ വിഷം കഴിച്ച് വടിയായ ആ കുറ്റം ഗംഗയുടെ തലയിൽ വന്ന് അവൾ ഇവിടുന്ന് പുറത്തായി ജയിലാവും.
നമ്മൾ രക്ഷപ്പെട്ടില്ലേ അമ്മേ? എനിക്ക് മഹിയേട്ടനെ കല്യാണവും കഴിക്കാം, ഈ ദേവയാനയുടെ ശല്യം ഇല്ലാതെ കൈലാസവും നമുക്ക് ഭരിക്കാം. അത് ശരിയാണല്ലോ. അതല്ലേ അമ്മ അധികം നെഗറ്റീവ് പറയാതിരിക്കാൻ ഞാൻ അങ്ങനെ കാണിച്ചേ. അത് മനസ്സിലാക്കിയിട്ടല്ലേ ഞാൻ ട്രാക്ക് മാറ്റിയത്. അല്ലായിരുന്നെങ്കിലേ ഞാൻ നല്ല ചവിട്ടമ്മയുടെ കാലിന് തന്നേനെ. എടി, ഞാൻ എന്നിട്ട് അമ്മയാവട്ടോ. അമ്മയായാലും അമ്മൂമ്മയായാലും ഇതുപോലൊരു ചാൻസ് സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടൂ. ഇതൊക്കെ വെറുതെ എങ്ങനെ വീണ് കിട്ടുമ്പോ നമ്മളതങ്ങ് ഉപയോഗിക്കണം. നീ പറഞ്ഞത് ശരിയാ. ഇതെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. ഇത് നടക്കും അമ്മ. ആന്റിയുടെ ആഗ്രഹം പോലെ ഗംഗ പുറത്താവും. വിഷം കഴിച്ച ആന്റിയും പടവാവും. എന്നിട്ട് നമ്മൾ ഇവിടെ അങ്ങ് സുഖിക്കും.